ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ജുവിനെ കാണാൻ വേണ്ടി ഗിരി സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അരവിന്ദാക്ഷൻ സാറും ബിജുക്കുട്ടനും അനിതയും കൂടി ഒരു കേസിന്റെ അന്വേഷണത്തിന് വേണ്ടി പുറത്തേക്ക് പോവാൻ നിൽക്കാട്ടോ. ആ സമയത്ത് അനിത പറയുന്നുണ്ട്, എല്ലാത്തിനും ഞാൻ തന്നെ ഓടി നടക്കണമല്ലോ എന്ന് പറയുമ്പോൾ അരവിന്ദാക്ഷൻ സാറ് പറയണ, നീ വരുന്നതിന്റെ മുന്നേ മഞ്ജു ആണ് എല്ലാ കാര്യവും ചെയ്തിരുന്നത്. മഞ്ജു ലീവിലായത് കൊണ്ടാണ്, അല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് പോവേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അനിത പറയണ, മഞ്ജു കള്ളത്തരം കാണിച്ച് ലീവ് എടുത്തതാവും, അവൾക്ക് ഒരു കുഴപ്പവുമില്ല എന്നാ എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഭീമനെ പോലത്തെ ഒരാളോട് ഒറ്റയ്ക്ക് ഏറ്റുമുട്ടാൻ ആരെങ്കിലും ചെല്ലുമോ എന്ന് ചോദിക്കുമ്പോൾ അരവിന്ദാക്ഷൻ സാറ് പറയണ, നീ വെറുതെ വേണ്ടാത്തത് പറയല്ലേ അനിത, ഞങ്ങൾ കണ്ടതല്ലേ, മഞ്ജുവിന് ശരിക്കും അപകടം പറ്റിയത് തന്നെയാണ്, അവൾക്ക് ജീവനുണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമായിരുന്നു, ഞങ്ങൾ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തിയത് തന്നെ എന്ന് പറയുകയാണ്. അപ്പോഴൊക്കെ അനിതക്ക് അതൊരു പുച്ഛഭാവത്തോട് കൂടിയിട്ടാണ് കേട്ടോ കേൾക്കുന്നത്. അങ്ങനെയാണ് ഗിരി അവിടേക്ക് വരുന്നത്. അപ്പോൾ ഗിരിയെ കണ്ട ഉടനെ തന്നെ അരവിന്ദാക്ഷൻ സാറും ബിജുക്കുട്ടനും ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് മഞ്ജുവിന് എന്ന് ചോദിക്കുമ്പോൾ ഗിരി തന്നെ അതിശയിച്ചു പോവുകയാണ്. അതല്ല, മഞ്ജു ഇവിടേക്ക് വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, മഞ്ജു എന്തിനാ ഇവിടേക്ക് വരുന്നത്, അവൾ മെഡിക്കൽ ലീവ് എടുത്തതല്ലേ, പിന്നെ എന്തിനാ ഇവിടേക്ക് വരേണ്ട ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ, മഞ്ജു വീട്ടിലില്ല, മഞ്ജു ലീവ് ക്യാൻസലാക്കി സ്റ്റേഷനിലേക്ക് വന്നു എന്നാണ് ഞങ്ങൾ കരുതിയത് എന്ന് പറയട്ടെ. അപ്പോൾ അനിത പറയണ, അല്ല, ഇതിന്റെ മുന്നേയും ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ എന്നൊരു അർത്ഥം വെച്ച പോലെ പറയുകയാണ്. അപ്പോൾ തന്നെ ഗിരിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. അവളെ കാണാതായതാണോ അതോ ഇനിയിപ്പോൾ അവൾ ആരെങ്കിലും അടുത്തേക്ക് ഒളിച്ചോടി പോയതാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗിരിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. അങ്ങനെ ഗിരി അനിതയുടെ കരടം നോക്കി പൊട്ടിക്കാൻ നോക്കുമ്പോഴത്തേക്കും അരവിന്ദാക്ഷൻ സാർ അങ്ങ് തടയുകയാണ്. വേണ്ട ഗിരി, ഇത് സ്റ്റേഷനാണ്. അനിത പറയണേ, സ്റ്റേഷനിൽ വന്ന് ഒരു പോലീസുകാരുടെ നേരെ കൈ ഓങ്ങുന്നോ, നിനക്കെതിരെ കേസെടുക്കാനൊക്കെ ഞങ്ങൾക്കറിയാം, പക്ഷേ നിന്റെ ഭാര്യയെ കാണാതായിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു പരാതി എഴുതി തായോ, എന്നിട്ട് ഞങ്ങൾ അന്വേഷണം തുടങ്ങാം എന്നൊക്കെ പറയട്ടെ. ഒന്നും ഒരു സഹായവും എൻ്റെ ഭാര്യയെ കണ്ടുപിടിക്കാൻ എനിക്ക് ആവശ്യമില്ല, ഞാൻ തന്നെ എൻ്റെ മഞ്ജുവിനെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് ഗിരി പോകുന്ന സമയത്ത് അരവിന്ദാക്ഷൻ സാറ് പറയണ, ഗിരി എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നീ പറഞ്ഞാൽ മതി, ഞങ്ങളുണ്ട് നിന്റെ കൂടെ എന്ന് പറയണ. അങ്ങനെ ഗിരി ബൈക്ക് എടുത്ത് നേരെ പോകുന്നത് വീട്ടിലേക്കാണ്. ഈ സമയം ഭാനുമതി അമ്മ അങ്ങനെ കാത്തു നിൽക്കുകയാണ്, മഞ്ജു എവിടെ പോയിട്ടുണ്ടാവും എന്ന് അറിയാഞ്ഞിട്ട്. അപ്പോൾ സ്വപ്ന വന്ന് പറയണ, അമ്മേ, അവൾ ഇവിടെ എന്തായാലും ഇല്ല എന്ന് ഉറപ്പാണ്, പക്ഷേ അവൾ സ്റ്റേഷനിലേക്ക് പോയിട്ടില്ല, അവളുടെ യൂണിഫോം ഒക്കെ അലമാറയിൽ തന്നെ ഉണ്ട് എന്ന് പറയട്ടോ. അപ്പോഴാണ് ഗിരി അവിടേക്ക് വരുന്നത്. ആ ഗിരിയേട്ടാ, അവൾ സ്റ്റേഷനിൽ എന്തായാലും പോയിട്ടില്ല, ഇനി വല്ല കൂട്ടുകാരുടെ അടുത്തേക്ക് പോയിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, നീ എന്തിനാടി ഞങ്ങളുടെ അനുവാദമില്ലാതെ ഞങ്ങളുടെ അലമാറ പരിശോധിക്കാൻ പോയത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അലമാറ പരിശോധിച്ചതാണോ ഇപ്പോൾ ഗിരിയേട്ടന് കുറ്റമുള്ളത്, ആദ്യം മഞ്ജു പറയാതെ എവിടേക്കാണ് പോയത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ നോക്ക് എന്ന് പറയട്ടോ. അപ്പോൾ ഭാനുമതി അമ്മ പറയാം, മഞ്ജു ആരോടും പറയാതെ പോയത് ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞ് മഞ്ജുവിനെ കുറ്റപ്പെടുത്തുന്ന സമയത്താണ് അവിടേക്ക് മഹിമ വരുന്നത്. അങ്ങനെ മഹിമ പറയണ, ഞാൻ ചേച്ചിയുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വിളിച്ചു നോക്കി, അവിടെയൊന്നും ചേച്ചി എത്തിയിട്ടില്ല, എനിക്കെന്തോ പേടിയാവുന്നുണ്ട്, ചേച്ചിക്ക് ശത്രുക്കളുള്ളതാണ്, ഗോപാൽജി അടക്കം അലിനിക്കും സഞ്ജയ്ക്കും ഒക്കെ ചേച്ചിയോട് ശത്രുതയുണ്ട്, അവരാരെങ്കിലും ചേച്ചിയെ തട്ടിക്കൊണ്ടു പോയതാണാവോ ഗിരിയേട്ട എന്നങ്ങ് പറഞ്ഞതോടുകൂടി സ്വപ്ന പറയണേ, ഇവൾ പറയുന്നതൊന്നും ഗിരിയേട്ടൻ കേൾക്കാൻ നിൽക്കണ്ട, ഈ സമയത്ത് ഗോപാൽജിയുമായിട്ട് വഴക്കിടാൻ വേണ്ടിയിട്ടാണ് ഇവളുടെ ഉദ്ദേശം, നിങ്ങളെ രണ്ടുപേരെയും തെറ്റിപ്പിക്കണം, അതിനു വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ മഹിമ പറയണേ, എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല, എൻ്റെ ചേച്ചി ഇല്ലാതെ ഞാൻ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ, മോളെ നീ എന്താ ഈ പറയുന്നത്, നാളെയാണ് നിന്റെ കല്യാണം എന്ന് പറയുമ്പോൾ, ഇല്ല, ചേച്ചി ഇല്ലാതെ എനിക്ക് ഈ കല്യാണം നടത്തണ്ട, അതിന് സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ഭാനുമ പറയണ, അല്ല, നീ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ മുകുന്ദനാണ് അതിൻ്റെ നാണക്കേട് എന്ന് പറയുമ്പോൾ, കല്യാണത്തിന് വന്നവരോടൊക്കെ നീ എന്ത് പറയും എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ഞാൻ പറഞ്ഞോളാം, എൻ്റെ ചേച്ചി ഇല്ലാതെ ഈ കല്യാണം ഒരിക്കലും നടക്കില്ല, കല്യാണം നീട്ടിവെച്ചു എന്നുള്ളത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞോളാം എന്ന് പറയട്ടോ. അപ്പോൾ ഗിരി പറയില്ല, മോളെ, നിന്റെ കല്യാണം എന്തായാലും നാളെ തന്നെ നടക്കും, ഞാൻ മഞ്ജുവിനെ എവിടെയാണെങ്കിലും കണ്ടെത്തുക തന്നെ ചെയ്യും, മഞ്ജുവിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടാനും പോകുന്നില്ല, ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ് എന്നും പറഞ്ഞ് ബൈക്ക് എടുത്തുകൊണ്ട് നേരെ ഗോപാൽജിയുടെ വീട്ടിലേക്കാണ് കേട്ടോ ചെല്ലുന്നത്. എന്നിട്ട് സഞ്ജയ് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്ന സഞ്ജയുടെ പുറത്തേക്ക് ഒരു ചവിട്ടങ്ങ് വെച്ച് കൊടുക്കുകയാണ്, അതോടുകൂടി സോഫയിലേക്ക് ചെന്ന് വീഴുകയാണ് കേട്ടോ. എന്നിട്ട് സഞ്ജയ് ചോദിക്കുകയാണ്, എന്തിനാണ് നീ എന്നെ അടിച്ചത്, എൻ്റെ വീട്ടിൽ കയറി വന്ന് നീ എന്തിനാണ് എന്നെ അടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായില്ലേടാ എന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും സഞ്ജയ് ഗിരിയെ അടിക്കാൻ നോക്കുമ്പോൾ സഞ്ജയുടെ രണ്ട് കൈ അങ്ങ് പിടിച്ച് ഒതുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞോ, എൻ്റെ മഞ്ജു എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നിൻ്റെ മഞ്ജുവിനെ ഒന്നും കണ്ടിട്ടില്ല, മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ ഇട്ട് തീർക്കുമെന്ന് പറയട്ടെ. ഞാൻ മാത്രമല്ലല്ലോ മഞ്ജുവിന് ശത്രുക്കളുള്ളത്, പല ആളുകളുമുണ്ട്, എന്തിന് ശാലിനി വരെ ശത്രുവാണ് എന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും
ചാച്ചുവും ശാലിനിയും വരികയാണ്. എന്നിട്ട് നീ സത്യം പറഞ്ഞോ, അല്ല എന്നുണ്ടെങ്കിൽ നീ പെണ്ണാണെന്ന് പോലും ഞാൻ നോക്കില്ല. മഞ്ജു എവിടെയടി, സത്യം പറഞ്ഞോ എന്ന് പറയുമ്പോൾ മഞ്ജു എവിടെയാണുള്ളതെന്നും എനിക്കറിയില്ല. മഞ്ജുവിനെ ഞാനൊന്നും തട്ടിക്കൊണ്ടു പോയിട്ടില്ല. അഥവാ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് ഗിരിയുടെ മുന്നിൽ വെച്ച് പറയാനൊന്നും ഒരു മടിയുമില്ല. പക്ഷേ നീ ഇപ്പം ഈ വീട്ടിൽ വന്ന് കാണിച്ച പ്രവൃത്തി അത് അച്ഛൻ അറിഞ്ഞാൽ, ഡാഡി അറിഞ്ഞാലുണ്ടല്ലോ എന്താണ് ഉണ്ടാവുക എന്ന് നീ ആലോചിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഡാഡിയോടും ഇതുപോലെ ചോദിക്കാൻ തന്നെയാണ് ഞാൻ ചെല്ലുന്നത്. ഗോപാൽജിയെ നേരിട്ട് കണ്ട് ഞാൻ ഇക്കാര്യം ചോദിക്കും. ഗോപാൽജിക്കും നിങ്ങൾക്കും എന്തെങ്കിലും പങ്കുണ്ട് എന്ന് അറിഞ്ഞാൽ പിന്നെ ഈ ഗിരിയുടെ മറ്റൊരു മുഖമായിരിക്കും നീ കാണുക എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ടാണ് കേട്ടോ ഗോപാൽജിയെ കാണാൻ വേണ്ടി ഗിരി നേരെ പോകുന്നത്. ആ സമയത്ത് ചാച്ചു പറയുന്നുണ്ട്, വേണ്ട ഗിരി, വെറുതെ വേണ്ടാത്തതിന് നിൽക്കണ്ട എന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയുമാണ് കാണാത്തത്. അതിലും വലുതൊന്നും എനിക്കിനി വരാനില്ല, അതിലും വലുതൊന്നും ഇനി നഷ്ടപ്പെടാനുമില്ല എന്ന് പറഞ്ഞ് ഗിരി ദേഷ്യപ്പെട്ട് നേരെ ഗോപാൽജിയെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ശാലിനി ചാച്ചുവിനോട് പറയണ, അവളെ കാണാതായി എന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. നമ്മളെക്കാളും കൂടുതൽ ശത്രുക്കൾ അവൾക്കുണ്ട്. ആരായിരിക്കും അവളെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവുക എന്ന് ചോദിക്കുമ്പോൾ ചാച്ചു പറയാണ്, അല്ല ഇനി ഗോപാലേട്ടനായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആരും അറിയാതെ ഗോപാലേട്ടനായിരിക്കുമോ ഇത് ചെയ്തിട്ടുണ്ടാവുക എന്ന് ചോദിക്കുമ്പോൾ ശാലിനി പെട്ടെന്ന് അങ്ങ് പോവുകയാണ്. ശാലിനിയും അപ്പോൾ ഗോപാൽജി തന്നെയാണ് ഇതിൻ്റെ പിറകിലെന്ന് അങ്ങ് വിശ്വസിച്ച് പോവുകയാണ് കേട്ടോ. എന്നിട്ട് മഹിമ നേരെ ഗൗരിയമ്മയെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. അങ്ങനെ വക്കീല് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇവിടെ ഇല്ല. ഗിരി വന്ന് വിളിച്ചിട്ട് അവൻ്റെ കൂടെ പോയി. എന്തായി, മഞ്ജുവിൻ്റെ കാര്യം വല്ലതും അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഗൗരിയമ്മ, ചേച്ചിയുടെ ഫ്രണ്ട്സുകളുടെ അടുത്തൊന്നും പോയിട്ടില്ല, ഞാൻ അവർക്കൊക്കെ വിളിച്ചിരുന്നു എന്ന്. ഇതാരോ തട്ടിക്കൊണ്ടു പോയതാണെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ വീട്ടിൽ വെച്ച് തട്ടിക്കൊണ്ടു പോകണമെങ്കിൽ ആരും അറിയാതിരിക്കില്ലല്ലോ, ഞാൻ ഉറങ്ങിയിട്ട് പോലുമില്ല, പിന്നെ എങ്ങനെയാണ് ഇതുണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ വീട്ടിലുള്ളവർ തന്നെ ആരെങ്കിലും സഹായിച്ചതാണോ എന്ന് ഗൗരിയമ്മ ചോദിക്കുമ്പോൾ മഹിമയ്ക്ക് സംശയം വരികയാണ് കേട്ടോ. സ്വപ്നയെ തന്നെ സംശയം വരികയാണ്. അങ്ങനെയാണെങ്കിൽ സ്വപ്ന തന്നെയായിരിക്കും അന്നും ഇതുപോലെ ചേച്ചിയെ ഉപദ്രവിക്കാൻ വന്ന സമയത്ത് ഭീമന് കതക് തുറന്നു കൊടുത്തത് സ്വപ്നയാണ് എന്നുള്ള കാര്യം ഓർമ്മ വരികയാണ്. അങ്ങനെ മഹിമ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഈ സമയം ഗോപാൽജിയെ കാണാൻ വേണ്ടി മുകുന്ദനും ഗിരിയും കൂടി ചെല്ലുകയാണ്. അപ്പോൾ ഗോപാൽജി കാറിൽ പോകുന്ന സമയത്ത് ഗോപാൽജിയുടെ കാറ് തടയുകയാണ് കേട്ടോ. എന്നിട്ട് ഗോപാൽജി കാറിൽ നിന്നും ഇറങ്ങി വരുന്ന സമയത്ത് എന്താ ഗിരി എന്ന് ചോദിക്കുമ്പോൾ മുകുന്ദൻ ചോദിക്കുകയാണ്, എവിടെയാണ് മഞ്ജു എന്ന് ചോദിക്കുമ്പോൾ അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? മഞ്ജുവിനോട് നിനക്കുള്ള പക മറ്റാർക്കും തന്നെ ഇല്ല, മര്യാദക്ക് നീ സത്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞ് മുകുന്ദൻ്റെ നേരെ അങ്ങ് കൈ വെക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗോപാൽജിയുടെ കൈ അങ്ങ് മാറ്റുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഗോപാൽജി ക്ഷമിക്കണം, എൻ്റെ മഞ്ജുവിനെ എങ്ങാനും കാണാതായതിൻ്റെ പിന്നിൽ നിങ്ങളെങ്ങാനും ഉണ്ടെങ്കിൽ ഈ ഗിരിക്ക് പിന്നെ മറ്റൊന്നും നോക്കാനില്ല എന്ന് പറയട്ടോ. അതിന് മോനെ നീ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, എനിക്കെന്തിനാണ് മഞ്ജുവിനെ തട്ടിക്കൊണ്ടു പോവേണ്ട ആവശ്യം, ഞാനൊന്നുമല്ല എന്ന് പറയുമ്പോൾ മഞ്ജുവിനോട് എനിക്ക് ദേഷ്യമുണ്ടായി കരുതി ഞാൻ അവളെ തട്ടിക്കൊണ്ടു പോയിട്ടില്ല എന്ന് പറയട്ടോ. മുകുന്ദൻ പറയണേ, നിനക്കിങ്ങനെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നീ ആളുകളെ കൊല്ലാൻ പോലും മടിക്കില്ലല്ലോ എന്നങ്ങ് ചോദിച്ചതോടുകൂടി ഗോപാൽജി പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയം ഗിരി മഞ്ജുവിൻ്റെ അച്ഛനെ കൊന്ന ആ ഒരു നിമിഷത്തെക്കുറിച്ച് ഓർക്കുകയാണ്. ഇയാൾ ദേഷ്യം പിടിച്ച സമയത്താണല്ലോ മഞ്ജുവിൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയത് എന്നുള്ള കാര്യം ഗിരിക്ക് അപ്പോൾ ഓർമ്മ വരികയാണ്. അങ്ങനെ ഗിരി ദേഷ്യത്തോടു കൂടി ഗോപാൽജിയെ നോക്കുന്ന സമയത്ത് ഗോപാൽജി പറയണേ, എനിക്ക് മഞ്ജുവിനോട് ദേഷ്യമുണ്ടായി എന്ന് കരുതി ഞാൻ അവളെ അപായപ്പെടുത്തുകയൊന്നുമില്ല. ഒന്നാമത് എൻ്റെ ഗിരിയുടെ ഭാര്യയല്ലേ, പിന്നെ അവൾ ഗർഭിണിയുമല്ലേ, എൻ്റെ ഗിരിയുടെ കുഞ്ഞിൻ്റെ അമ്മയല്ലേ എന്ന് പറയുമ്പോൾ എന്നിട്ടാണോ നീ മഞ്ജുവിൻ്റെ നേരെ ഗിരിയുടെ വീട്ടിൽ വെച്ച് മഞ്ജുവിനെയും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടി നീ ചവിട്ടാൻ നോക്കിയത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഗോപാൽജി വീണ്ടും അങ്ങ് പതറിപ്പോവുകയാണ് കേട്ടോ. അതുകൂടി കേട്ടപ്പോൾ ഗിരിക്ക് പിന്നെ സംശയമാവുകയാണ്. അങ്ങനെ ഗിരി പറയുകയാണ്, മഞ്ജു എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. എൻ്റെ മഞ്ജുവിനെ കാണാതായതിൻ്റെ പിന്നിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ട് എന്ന് അറിഞ്ഞാൽ പിന്നെ ഈ ഗിരിയുടെ മറ്റൊരു മുഖമാണ് നിങ്ങൾ കാണുക. എന്നെ ഗോപാൽജിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ, ഗോപാൽജിയുടെ കുടുംബത്ത് കയറി വന്ന് പച്ചക്ക് കത്തിച്ചു കളിയും ഒന്ന് ഓർത്തു വെച്ചോ എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഗോപാൽജി തന്നെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. ഗിരി പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് മനസ്സിലാക്കിയ ഗോപാൽജി പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ മുകുന്ദനും ഗിരിയും അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് ഭാനുമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഭാനുമ്മ പറയാണ്, മഞ്ജുവിനൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ, എന്താണ് അവൾ കാണിച്ചത് എന്ന് പറയുമ്പോൾ എനിക്ക് അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാകുമോ എന്നൊരു പേടിയുമുണ്ട് എന്ന് പറയുമ്പോൾ സ്വപ്ന പറയാണ്, എന്ത് അപകടം, അവളിപ്പോൾ തന്നിഷ്ടത്തിനാണ് ഇറങ്ങി നടക്കുന്നത്, അവളിപ്പോൾ ആരെ കാണാനാണ് പോയത് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ, അമ്മ ഇപ്പോൾ അവളെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവളെ ഇങ്ങനെ അമ്മയുടെ തലയിൽ കയറി നിരങ്ങുന്നത്. ഭാനുമ്മ സ്വപ്നയുടെ നേരെ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. എന്താടി നീ വായിൽ തോന്നുന്നത്, മഞ്ജു അത്തരത്തിലുള്ള ഒരു കുട്ടിയല്ല എന്ന് പറയട്ടോ. അല്ല അമ്മയ്ക്കിപ്പോൾ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആവുന്നത്, എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിന് ഒന്നും സംഭവിക്കാതിരുന്നാൽ പോരെ, അതുമാത്രമല്ലേ അമ്മയ്ക്കിപ്പോൾ ടെൻഷനുള്ളൂ എന്ന് പറയട്ടോ.
കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ഭാനുമയ്ക്ക് സ്വപ്നയുടെ ഓരോ വാക്കുകളും ഇഷ്ടപ്പെടാതെ ദേഷ്യപ്പെട്ട് ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് മഹിമ അവിടേക്ക് കലി തുള്ളി വരുന്നത്. എന്നിട്ട് എടി എന്നങ്ങ് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭാനുഅമ്മയും സ്വപ്നയും മഹിമയെ നോക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഭാനുഅമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ സ്വപ്നയോട് ചോദിക്കുകയാണ്, നീ ആണോടി എൻ്റെ ചേച്ചിയെ കാണാതായതിൻ്റെ പിന്നിൽ നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നൊക്കെ ചോദിച്ച് മഹിമയുടെ കയ്യിൽ നിന്നും സ്വപ്നയ്ക്ക് കണക്കിന് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്വപ്നയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് ചോദിക്കുന്നുണ്ട്, നീ മര്യാദക്ക് സത്യം പറഞ്ഞോ, എൻ്റെ ചേച്ചിയെ കാണാതായതിൻ്റെ പിന്നിൽ അന്ന് നീ കളിച്ചതുപോലെ വല്ലതും നീ കളിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല മഹിമേ, ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്വപ്ന കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്കറിയില്ല, ഞാൻ സത്യമാണ് പറയുന്നത്. മഞ്ജുവിനെ തട്ടിക്കൊണ്ട് പോയതിൻ്റെ പിന്നിൽ കളിച്ചത് അബിയാണെന്നുള്ള കാര്യം മുകുന്ദനും മനസ്സിലാവുകയാണ്. നാളത്തെ കല്യാണത്തിന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടാൻ വേണ്ടി അബി കളിച്ച ഒരു കളിയാണ് മഞ്ജുവിനെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവുക. അങ്ങനെ മഞ്ജുവിനെ ഗിരിയും വക്കീലും കണ്ടുപിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ മഞ്ജുവിനെ ഒരു ഒഴിഞ്ഞ റൂമിൽ കസേരയിൽ കെട്ടിയിട്ടിട്ടുണ്ടാവും. അങ്ങനെ ഗിരി ആ റൂമിന്റെ കഥക് അങ്ങ് ചവിട്ടി പൊളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഗിരി അകത്തേക്ക് കയറി നോക്കുന്ന സമയത്ത് മഞ്ജു കസേരയിൽ കെട്ടിയിട്ട നിലയിൽ കാണുന്ന സമയത്ത് മഞ്ജുവിന്റെ അടുത്തേക്ക് ഗിരി ഓടിച്ചെന്ന് മഞ്ജുവിനെ അഴിച്ചു വിടുകയാണ് കേട്ടോ. എന്നിട്ട് എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു കാര്യങ്ങളൊക്കെ പറയുകയാണ്. അബിയെ കാണാൻ വേണ്ടി ചെന്നതും പിന്നീട് അബിയുമായി ഏറ്റുമുട്ടിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ ഗിരിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ മഞ്ജു അബിയുടെ കരണം നോക്കി പൊട്ടിക്കുന്നതും മഞ്ജുവിന്റെ കയ്യിൽ നിന്ന് അബിക്ക് കണക്കിന് കിട്ടുന്നതൊക്കെ ഉണ്ട്. പിന്നീട് അബിയുടെ കൂട്ടാളികൾ ചേർന്നിട്ടാണ് മഞ്ജുവിനെ പിടിച്ചോണ്ട് പോയത് എന്നുള്ള കാര്യമൊക്കെ ഗിരിക്ക് വിശദമായിട്ട് തന്നെ മഞ്ജു പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ മഹിമയുടെ കല്യാണം മുടക്കാൻ വേണ്ടി നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്താൻ വേണ്ടി അബി ചെയ്ത കളിയിൽ അബി തോറ്റു പോവുകയാണ്. വക്കീലിന്റെയും മഹിമയുടെയും കല്യാണം ഭംഗിയായിട്ട് തന്നെ നടത്തുകയാണ്. അങ്ങനെ അബിക്ക് ഗിരിയുടെയും വക്കീലിന്റെയും കയ്യിൽ നിന്ന് കണക്കിന് കിട്ടുന്നുണ്ട്. അപ്പോഴും ഗോപാൽജിയൊക്കെയാണ് ഇതിന്റെ പിറകിലെന്നുള്ള സത്യം അബിയും വിളിച്ചു പറയുന്നില്ല. അപ്പോഴും ഗിരിക്ക് ഗോപാൽജി നിരപരാധിയാണെന്ന് തോന്നുകയാണ്.